ആ ജമന്തി ജമന്തി അങ്ങനെ തന്നെ വരട്ടെ. അമ്മയ്ക്ക് ഇപ്പൊ എന്തിന്റെ കുഴപ്പം? എന്തെങ്കിലും മനസ്സോടെ വാങ്ങി തന്നിട്ടുണ്ടോ? അവൻ വരും, കൊണ്ടുവരും, കൊടുക്കും. എനിക്ക് എന്താ ഇവിടെ വിലയായിട്ട്? പിന്നെ എനിക്കുള്ള സാധനം എന്റെ കയ്യിലല്ലേ കൊണ്ട് തരേണ്ടത്? എല്ലാ സാധനവും തരുന്നതാണ്. എനിക്കൊന്നും സാധനം വേണ്ടേ? അത് കൊള്ളാല്ലോ. അവളോട് ചോദിക്കാൻ തന്നു, എന്നോട് ചോദിക്കണ്ട. ഏട്ടാ, എനിക്ക് എന്തെങ്കിലും മേടിച്ചു തന്നെ എന്റെ കയ്യിലല്ലേ തരേണ്ടത്? ഇതും പറഞ്ഞുകൊണ്ട് അമ്മ എത്ര നേരം അറിയോ വഴക്ക് തുടങ്ങിയിട്ട്? നീ എന്തെങ്കിലും ഒരു സാധനം എനിക്ക് കൊണ്ട് തന്നിട്ട് എത്ര നാളായിടാ? ഗുരുത്വം വേണോടാ, ഗുരുത്വം. എന്ത് സാധനം കൊണ്ടുവന്നാലും പെറ്റ തള്ളയാടാ ആദ്യം തരേണ്ടത്. പിന്നെ നിന്റെ സഹോദരിക്ക്, പിന്നെ വന്നു കയറിയ ഇവക്ക് കൊടുക്കേണ്ടത്. പിന്നെ സഹോദരി ഇങ്ങോട്ട് സാധനങ്ങളുമായിട്ട് വരുമല്ലേ? അയ്യോ അല്ല, ഒന്നും കൊണ്ടുവരുന്നില്ല. എനിക്കൊന്നും ആരും മേടിച്ചു തരുന്നില്ല. അല്ല, അവള് വാങ്ങിച്ചു തരാനേ ക്ലീറ്റസ് നിന്റെ ആങ്ങളെയല്ല, യവന്റെ പെങ്ങളാണ് അവള്, അറിയാമോ? അവള് കാര്യം പറയാൻ വന്നിരിക്കുന്നു. അമ്മക്ക് ഇപ്പൊ എന്താ കുഴപ്പം? ആ സാരി എനിക്ക് വേണ്ട, തീർന്നല്ലോ. അമ്മ തന്നെ അങ്ങ് എടുത്തോ. കുറെ നാളായിട്ട് ഞാൻ കേൾക്കുന്നതാ, എന്ത് സാധനം കൊണ്ടുവന്നാലും രഹസ്യ കച്ചവടം കൊണ്ടുപോടുമ്പോ വരും. എടാ പണ്ട് ഇങ്ങനെ ആയിരുന്നാടാ, നീ എന്റെ കയ്യെ പിടിച്ചല്ലേടാ എവിടെയെങ്കിലും പോണത്? അമ്പലത്തിൽ പോണെങ്കിൽ എന്റെ കയ്യെ പിടിച്ചോണ്ട് പോകും, തിരിച്ചിങ്ങനെ വരും. എടാ അപ്പുറത്തെ പങ്കജാക്ഷിയുടെ മോൻ ഇപ്പോഴും അങ്ങനെയാടാ. എനിക്ക് സഹിക്കാൻ കഴിയുന്നില്ല. അമ്മ എനിക്ക് ജോലിയില്ലേ അമ്മ, എനിക്ക് ജോലിക്ക് പോണ്ടേ. നിന്നെക്കാളും വലിയ ഓഫീസർ ആവാനും. പിന്നെന്തിനാ മോനെ കൊണ്ട് കല്യാണം കഴിപ്പിച്ചത്? ഇവിടെ തന്നെ അങ്ങോട്ട് ഇരുത്തിയാൽ മതിയായിരുന്നല്ലോ, കല്യാണം കഴിപ്പിക്കണ്ടായിരുന്നു. എന്താടി നീ പറഞ്ഞത്? എല്ലാ അമ്മമാരും മക്കളെ കൊണ്ട് പെണ്ണ് കെട്ടിക്കും. ഇത് കൂടെ പുതുമയല്ല. പെൺപിള്ളേര് വന്നു കയറുന്ന പെൺപിള്ളേര് അതിന്റെ അനുസരിച്ച് നിൽക്കണം, അതാ പഠിക്കേണ്ടത്. ഇപ്പൊ ഞാൻ എന്താ അനുസരണക്കേടാ കാണിച്ചത്? ഏട്ടിന് ഒരു സാരി മേടിച്ചാണ്, അത് എന്റെ കൊടുത്താണ്. ഒരു സാരി മാത്രമാണോ? പലപ്പോഴും ഞാൻ കണ്ടിട്ടുണ്ട്. ഉണ്ടായിരുന്നെങ്കിൽ ഇങ്ങനെ വരുമായിരുന്ന എനിക്ക്. ഇപ്പൊ എന്താ വേണ്ടത്? മരിച്ചു വെച്ചാൽ തിരിച്ചുകൊണ്ടുവരാൻ പറ്റുമോ എന്നാണോ പറയേണ്ടത്? എടാ, പെൺചൊല്ലു കേൾക്കുന്നവൻ പെരുവഴിയില്, അറിയാമോ നിനക്ക്? പാഴ്ചൊല്ലു കേൾക്കാത്ത വവ്വാല് തല കീലുമേഴ്. ഇതൊക്കെ സത്യമായ കാര്യമാണോ? എടുക്കുന്നില്ല. 3 എണ്ണം വേണ്ടി വരും. 3 എണ്ണം എടുക്കും. അയ്യോ, സാധാരണ ഓരോരുത്തർ ഇതുപോലെ സമ്മാനം വാങ്ങാനാണ് കഷ്ടപ്പെടുന്നത്. ഇവിടെ സമ്മാനം വാങ്ങുന്നതിലൊന്നും കുഴപ്പമില്ല, പക്ഷെ ഇത് ആർക്ക് ആദ്യം കൊടുക്കും എന്നുള്ളതാണ് എൻ്റെ പ്രശ്നം. 30-35 വർഷം എന്നെ ഇങ്ങനെ പൊന്നുപോലെ വളർത്തി എൻ്റെ അമ്മയ്ക്ക് കൊടുക്കുമോ, എന്നെ മാത്രം വിശ്വസിച്ച് ജീവിക്കുന്ന എൻ്റെ ഭാര്യയ്ക്ക് കൊടുക്കുമോ, കുഞ്ഞുനാൾ മുതലേ എല്ലാം പങ്കുവെച്ച് എൻ്റെ കൂടെ ഉള്ള എൻ്റെ പെങ്ങൾക്ക് കൊടുക്കുമോ? 3-ൽ ആർക്ക് ആദ്യം കൊടുക്കും? അതാണ് എൻ്റെ പ്രശ്നം. എടാ, ഇത് നിന്റെ മാത്രം പ്രശ്നമൊന്നുമല്ല, ഇതിപ്പോൾ എല്ലാ കുടുംബത്തിലും പ്രശ്നം തന്നെയാണ്. ഇപ്പം എൻ്റെ കുടുംബത്തിലെ സ്ഥിതി എന്താ? എടാ, ഇപ്പോൾ ഈ അടുത്ത് നമ്മൾ പണി കഴിഞ്ഞ് പോകുന്ന സമയത്ത് ഞാൻ പറഞ്ഞില്ലേ വീട്ടിലേക്ക് ഒരു ബിരിയാണി പാർസൽ വാങ്ങണമെന്ന്. ഞാൻ കുറച്ച് പൈസ അധികം കിട്ടിയപ്പോൾ. അപ്പോൾ അന്ന് ഞാൻ ആ റഹ്മത്ത് ഹോട്ടലിൽ കയറി. റഹ്മത്ത് ഹോട്ടലിലെ ബിരിയാണിയുടെ ടേസ്റ്റ് അറിയില്ലേ? ഒടുക്കത്തെ ടേസ്റ്റാണ്. ഞാനാ കയറി 2 ബിരിയാണി പാർസൽ വാങ്ങി വീട്ടിൽ ചെന്ന് ഈ പ്രശ്നമുണ്ട്. ആർക്ക് ആദ്യം കൊടുക്കുന്നു? എൻ്റെ ഭാഗ്യത്തിന് എൻ്റെ പൊന്നെ 2 എണ്ണം അവിടെ എവിടെയും ഇല്ല. ഞാൻ നേരെ ഡൈനിങ് ടേബിളിൻ്റെ മുകളിൽ വെച്ച് അകത്തേക്ക് അങ്ങ് കയറാൻ നേരത്തെ ഇപ്പോൾ 2 പേരും കൂടെ ഒരുമിച്ചാണ് വരുന്നത്. ഇതെന്താ ഇതെന്ന് ചോദിച്ചാൽ പറഞ്ഞു ബിരിയാണിയാന്ന് പറഞ്ഞു. ഉടനെ തന്നെ സന്തോഷത്തോടു കൂടി അവർ 2 പേരും കൂടെ ആ പുതിയം കഴിക്കാനായിരുന്നു. അപ്പൊ ആർക്ക് ആദ്യം കൊടുക്കുന്നുള്ള പ്രശ്നമില്ല, ആരെ കയ്യിൽ ആദ്യം കൊടുത്തതുമില്ല, ഒന്നുമില്ല. സന്തോഷത്തോടു കൂടി ഇവർ 2 പേരും ഇരുന്ന് കഴിക്കുന്നത്. അപ്പം ഞാൻ പറഞ്ഞു ഞാനൊന്ന് കുളിച്ച് വരാമെന്ന് പറഞ്ഞ് സമാധാനത്തോടു കൂടി ഡ്രസ്സ് മാറ്റി കുളിമുറിയിൽ അങ്ങ് കയറലും പൊരിഞ്ഞടിയാ. അടിയെന്ന് പറഞ്ഞാൽ എൻ്റെ പൊന്നോ, ജീവിതത്തിൽ ഞാൻ കണ്ടിട്ടില്ല ഇങ്ങനത്തെ അടി. എടാ, ഞാൻ ഇങ്ങോട്ട് വന്ന് നോക്കുമ്പോൾ ബിരിയാണീൻ്റെ ഒന്നായിട്ട് എൻ്റെ മേലേക്ക് ഒരു പൊതി ഇങ്ങോട്ട് വന്ന് നോക്കുന്നത്. ഉമ്മ എടുത്ത് എറിഞ്ഞാ കാര്യം പറഞ്ഞേ. എടാ, കാര്യം എന്താന്ന് ചോദിച്ചാൽ എൻ്റെ പൊന്നെ, അവളെ പൊതിയിൽ ചിക്കൻ്റെ കാലുണ്ട്. ഉമ്മച്ചി കഴിത്താൻ പോലോ. എടാ, ഇതൊക്കെ എനിക്ക് ഹോട്ടലിൽ കയറി പാക്ക് ചെയ്യാൻ പറ്റുമോ? ഞാനുണ്ടല്ലോ ആ പാക്ക് ചെയ്തവനെ പണ്ടാറടങ്ങി ഒരാഴ്ച അവനെ കാണാൻ നടന്നിട്ടുണ്ട് ഞാൻ ഹോട്ടലിൻ്റെ മുന്നിൽ കൂടെ. എന്ത് തോൽവിയാണത്. ഞാനിപ്പോ എനിക്കൊരു തോന്നത്, ഞാനിപ്പോ തങ്കത്തിന് ആദ്യം കൊടുത്ത അമ്മയ്ക്ക് പ്രശ്നമില്ല, എൻ്റെ ഭാര്യ പ്രശ്നം ഉണ്ടാക്കും. ഭാര്യ പ്രശ്നം ഉണ്ടാക്കും. അമ്മയ്ക്ക് ആദ്യം കൊടുത്ത തങ്കത്തിന് പ്രശ്നം ഉണ്ടാവില്ല, ഭാര്യ പ്രശ്നം ഉണ്ടാക്കും. അങ്ങനെ ജമന്തിക്ക് ആദ്യം കൊടുത്താലോ പെങ്ങളും അമ്മയും പ്രശ്നം ഉണ്ടാക്കും. ഉറപ്പാവും, ഒരു സംശയവും.
അങ്ങനെ ഒരു കാര്യം ചെയ്യാം. അവിടെ ചിലപ്പോൾ ആദ്യം ആരായിരിക്കട്ടെ നിൽക്കാൻ സാധ്യത? എൻ്റെ അഭിപ്രായത്തിൽ അമ്മയായിരിക്കും. എന്താ ആ മക്കളെ ഇത്തിരി നേരം കാണാണ്ടാകുമ്പോൾ ഇവരെവിടെ പോയി വഴിക്കണ്ണിൽ ഇങ്ങനെ കണ്ണും നോട്ടി നോക്കിയിട്ട് അമ്മ തന്നെയാണ്. സത്യത്തിൽ പറഞ്ഞാൽ അങ്ങനെ കുറച്ച് നേരത്തെ പോയാലോ? തങ്കമായിരിക്കും ഫ്രണ്ട് നിൽക്കുന്നത് അല്ലേ? ആ തങ്കം അങ്ങനെ മിറ്റൊക്കെ അടിച്ചു കയറി മക്കളെ തക്കളീൻ്റെ കൂടെ ജോലിയുടെ വഴിക്ക് നിൽക്കുകയായിരിക്കും. ജമന്തി എന്തായാലും പുറത്ത് ആ സമയത്ത് ഇറങ്ങൂല. പക്ഷെ ഒരു പ്രശ്നമുണ്ട്, തങ്കത്തിന് നമ്മൾ കൊടുത്തിട്ട് തിരിയമ്പ ജമന്തിയെ കണ്ട തീർന്നു, ഒരു രക്ഷയുണ്ടാവും. ഒറ്റ കാര്യം ചെയ്യാനുള്ളൂ, അത് 3 കൂടെ എടുത്ത് ഇപ്പം നമുക്ക് ഇറങ്ങാം, പ്രാർത്ഥിച്ചിട്ട് ഇറങ്ങാം. ദൈവമേ വിളിച്ച് ചെല്ലുമ്പോൾ ആദ്യം കാണുന്ന ആളുടെ കൈ കൊടുത്ത് പടപടാ കൊടുത്തിട്ട് കയറി അങ്ങ് പോവാം. നിനക്കൊന്നും സംഭവിക്കാതിരിക്കട്ടെ. Alien versus Alien.